അഷ്റഫിൻ്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും 10% ഡിസ്കൗണ്ട്. ഇവിടെ ഒന്ന് പറയണം. എന്തിന്? ടയറിന് MRFന്റെ ടയർ 10% ഡിസ്കൗണ്ട് ഉറപ്പല്ലേ? എത്രക്ക് ഫസ്റ്റ് വരുന്നേ? അല്ല, ഫസ്റ്റ് വരുന്നല്ല, കൊടുക്കാം. ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? സുഖം എല്ലാവർക്കും? അപ്പോൾ ഇന്ന് നേരം വെളുത്ത് ഉച്ചയായി. ഇന്ന് രാവിലെ എണീറ്റിന് ഇപ്പം ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഉച്ചയായി, 2 മണിയായി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഫസ്റ്റ് എൻ്റെ വണ്ടി ഒന്ന് ശരിയാക്കാൻ കൊണ്ട് പോകണം. വണ്ടി ചെറിയ പണിയുണ്ട്. നമ്മുടെ സുസുക്കി ബർഗ്മാൻ സ്ട്രീറ്റ് 125 ചെറിയ പണിയുണ്ട്. സംഭവം എന്ന് വെച്ചാൽ സീറ്റ് തുറക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ചാവി ഇങ്ങനെ തിരിക്കുമ്പോൾ സീറ്റ് തുറക്കണ്ടേ, അത് തുറക്കുന്നില്ല, കണ്ടോ? പക്ഷേ ചാവി ഇങ്ങനെ ഇട്ട വണ്ടി ഓണായി, അത് കുഴപ്പമില്ല. പിന്നെ അമർത്തിയിട്ട് ഹാൻഡ് ലോക്കും ആക്കാൻ പറ്റും, കണ്ടോ? അതും കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തിരിക്കുമ്പോൾ സീറ്റ് ഓപ്പൺ ആകുന്നില്ല, കണ്ടോ? ഓപ്പൺ ആകുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തറിയാം, ഞാൻ ആച്ചോട് പറഞ്ഞപ്പോൾ ആച്ചി അതിന് വേറൊരു തൽക്കാലത്തേക്ക് ഒരു വഴി കണ്ടെത്തി. കാര്യം മിന്നാന്ന് പയങ്ങാടി പോയി. അപ്പം വീട്ടിൽ നിന്നായത് ഇങ്ങനെ ജസ്റ്റ് എൻ്റെ ഹെൽമെറ്റ് അതിൻ്റെ ഉള്ളിലാണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുറക്കുമ്പോഴത്തേക്ക് തുറക്കാനില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി, ഇതിനൊരു കേബിളുണ്ട്, അത് പൊട്ടിയതാവാൻ സാധ്യതയുണ്ട്. ഇത് ഇവിടുന്ന് സീറ്റ് തുറക്കാൻ വേണ്ടിയിട്ടുള്ളേ, ചാവി തിരിക്കുമ്പോൾ സീറ്റ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിളുണ്ട്, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ അത് പൊട്ടിയതായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആച്ചോട് പറഞ്ഞു. അപ്പോൾ ആച്ചി എനിക്കൊരു സംഭവമാക്കി തന്നു. ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ സാധനം അങ്ങ് ഊരി, കണ്ട ഈ ബ്രേക്കിൻ്റെ ലൈറ്റില്ലേ, ബാക്ക് ലൈറ്റ്, സിഗ്നൽ ലൈറ്റ് എന്താ പറയല്, ലൈറ്റിൻ്റെ അടിയിലുള്ള ഈ സാധനം അങ്ങ് ഊരി. 2 സ്ക്രൂ ആയിട്ടാണ് ഇവിടെ ആയിട്ട് 2 സ്ക്രൂ വരുന്ന, അത് 2 ഊരി. എന്നിട്ട് വണ്ടീൻ്റെ സീറ്റ് തുറക്കണമെങ്കിൽ ഇവിടെ ഇത് കണ്ട, ഇതിങ്ങോട്ടേക്ക് തട്ടു, കാണുന്നുണ്ടാ? ഇത് എവിടെ ഏർത്തൂടാ? ഇല്ല, അതല്ല. കണ്ട, ഇത് തട്ടുമ്പോൾ സീറ്റ് തുറന്നു. അങ്ങനെയുണ്ട് ട്രിക്ക്, അങ്ങനെയുണ്ട്, പൊളിയല്ലേ? അപ്പോൾ 2 ദിവസമായി ഈ ഒരു സംഭവം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ കൊടുക്കണ്ടേ. ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഇത് നോക്കുമ്പോൾ കണ്ടിട്ട് എണ്ണടിക്കേണ്ട ഇത് തുറക്കേണ്ട കാര്യം എനിക്ക് ഓർമ്മയില്ല. ഞാനെടുത്തിട്ട് പയങ്ങളിലേക്ക് പോയി. പയങ്ങളിലെത്തുമ്പോൾ മിന്നാൻ തുടങ്ങി. അപ്പോൾ ഒരു കുറ്റിയാണ് അതിന് വീട്ടിൽ നിന്ന്. എന്നിട്ട് പയങ്ങളിലെത്തുമ്പോൾ മിന്നാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, എണ്ണടിക്കാൻ വേണ്ടി പമ്പിലേക്ക് പോയി. പമ്പിൽ പോയിട്ട് തുറക്കാതില്ല. അപ്പോൾ അത് ഓർമ്മ വന്ന് ഞാൻ അവരോട് എണ്ണ അടിക്കല്ല, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വിട്ടു. അവിടുന്ന് സ്കൂട്ടായി. എന്നിട്ട് അതിന് ശേഷമാണ് ആച്ചി രാത്രി ഇത് ആക്കിത്തരുന്നത്. തുറന്ന് കൈക്ക് കുറച്ച് ഓയിലെല്ലാം ആയി. എന്നിട്ടത് ഊരിയിട്ട് സെറ്റാക്കി. കുറച്ച് നോക്കി ഓൻ പറഞ്ഞത് കേബിള് ഡീറ്റെയിൽ കൂടി ഇങ്ങനെ പോകുന്നതാണ്. കേബിൾ പോയതാണെങ്കിൽ കേബിൾ മാറ്റണം, കേബിൾ പോകാൻ സാധ്യത കൂടുതലെന്ന് പറഞ്ഞു. അപ്പോൾ കേബിൾ പോയതാണെങ്കിൽ കേബിൾ മാറ്റാം, ഇനി വേറെ പോയതാണെന്ന് അറിയില്ല. അപ്പോൾ ഇതിപ്പം ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഊരേണ്ടി വരും. ഇതിൻ്റെ ഫ്രണ്ടുണ്ട്, ഈ ബോഡി ഒരു പക്ഷേ ഇതിന് ഏതെങ്കിലും ബോഡിയിൽ ഊരിയിട്ട് വേണം അത് ചെയ്യണമെങ്കിൽ ഊരേണ്ടി വരും. അപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് കേട്ടോ, കൊണ്ടുപോയിട്ട് അതൊന്ന് ചെയ്തിട്ട് ഓക്കെ ചെയ്തിട്ട് വരാം. പിന്നെ എനിക്ക് ഒന്ന് പ്രേത്തേട്ടൻ്റെ അടുത്ത് പോകണം, ആവശ്യങ്ങളുണ്ട്. പിന്നെ കുന്നരൂർ പോകണം. കുന്നരൂർ സൈറ്റ് ഉണ്ട്, അതായത് എനിക്കൊരു വീടിൻ്റെ വീഡിയോ എടുക്കാനുണ്ട്. അപ്പം കുന്നരൂർ പോകണം. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടുന്ന് പിടിയാട്ടോ. ഓക്കെ, ഞാൻ ഉണ്ടല്ലോ നേരെ താവത്തേക്ക് പോയി. ഞാനല്ലേ സുസുക്കിൻ്റെ കട താവത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ വെക്കണമെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ രാവിലെ ഒരു ഉച്ച വരെ അല്ലെങ്കിൽ ഉച്ച ഒരു വൈകിട്ട് വരെ വെക്കണം. കാരണം കുറച്ച് പണിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വണ്ടീൻ്റെ ഫ്രണ്ട് ബോഡിയെല്ലാം ഊരേണ്ടി വരും ആ കേബിൾ ഇടണമെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടായി, അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല കുന്നരൂർ പോകാനുണ്ട് ഒരു വീട്ടിലേക്ക്. അപ്പോൾ ആ വീട്ടിലേക്ക് അവരെ മോന്, അതിൻ്റെ ആൾ ബാംഗ്ലൂരായിട്ടാ, എൻജിനീയറായിട്ടാ വീട്. അവിടെ കർട്ടൻ ചെയ്തേ. അപ്പോൾ ആ കർട്ടൻ ചെയ്ത വീഡിയോ ഇല്ലേ, അത് എടുക്കാൻ വേണ്ടിക്കാം. കർട്ടൻസ് നമ്മുടെ ഇപ്പോൾ അതിനൊരു അലങ്കാർ കർട്ടൻസ് അറിയാലോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയേണ്ടതല്ല. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അവിടെ ഉണ്ട്, അടുത്ത വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബാംഗ്ലൂരിലെ അതായത് ആ വീട്ടിലെ ആൾക്ക് മെസ്സേജ് തരും. എന്നോട് പറഞ്ഞു ഇപ്പം വീട്ടിൽ ആളില്ല എന്ന് പറഞ്ഞു. പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ നേരെ പയ്യന്നൂർ കർട്ടൻ്റെ അടുത്തേക്ക് പോയാട്ടെ, അലങ്കാറിലേക്ക് പോയി. ഓക്കെ,
അപ്പോൾ ഇനി നേരെ വിടാം. ഞാൻ പിലാത്തിലെത്തി. എന്താ കൊല്ലൂർ സ്ട്രൈറ്റ്, കാനങ്ങാട് സ്ട്രൈറ്റ്, മംഗലാപുരം സ്ട്രൈറ്റ്, പയ്യന്നൂർ സ്ട്രൈറ്റ്, കാസർഗോഡ് സ്ട്രൈറ്റ്, പിലാത്തറ റൈറ്റ്. ബോർഡ് ഞാൻ പിന്നെ താവത്ത് പോയാലോ. അതുവരെ ഞാൻ എൻ്റെ ഫോണിലെ വീഡിയോ എടുത്തു. ഐഫോണിൽ ഞാൻ വ്ളോഗ് ചെയ്യില്ല, വ്ളോഗ് എടുക്കില്ല. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് വെറുതെ എടുത്ത് റീൽസെല്ലാം അത്യാവശ്യം ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യലുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്നുള്ള വീഡിയോസ് ഇങ്ങനെ റീൽസെല്ലാം ഞാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ വെറുതെ ഐഫോണിൽ ഇങ്ങനെ എടുത്ത് എന്നിട്ട് ഷോപ്പിലെത്തിയിട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എന്തോ ഫോക്കസ് ആയിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല. ബാക്കിൽ നല്ല ഹൈലൈറ്റ് ഉണ്ടായിന്. അപ്പോൾ ലൈറ്റ് അങ്ങോട്ട് ഉള്ളതുകൊണ്ട് ഫോക്കസ് അങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാൻ ആടുന്ന് ഇപ്പോൾ വണ്ടി വെക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു പോട്ടാ. അതുകൊണ്ട് വണ്ടി ശരിയാക്കിയിട്ടില്ല. സാറില്ല, പിന്നെ ശരിയാക്കാം. പിന്നെന്താ വേണ്ടി പോവാ. അപ്പോൾ ഇവിടുന്ന് വിടാട്ടാ, നേരെ പയ്യന്നൂരേക്ക് പോവാം. യെസ്, ഞാനിവിടെ അലങ്കാറിലെത്തി. യെസ്, വരട്ടെ. അങ്ങനെ അലങ്കാർ കർട്ടൻസിൻ്റെ ഉള്ളിലാണ് ഉള്ളത് കേട്ടോ. ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് കണ്ടോ, ഫുള്ള് സാധനങ്ങളാണ്. ഓക്കെ, ഫ്ലോർ മാറ്റുകൾ എന്താ പല സംഭവങ്ങൾ. ഇതാ ബെഡ്ഷീറ്റ്, നമ്മുടെ ബെഡ്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് ഫുള്ള് ഹൈനൈറ്റ് ക്ലാസിക്ക. യെസ്, ഇങ്ങനെ പല സംഭവങ്ങളും ഇതോളം. ഇപ്പോൾ കല്യാണത്തിനൊക്കെ ബെഡ്റൂമിലിടുന്ന ബെഡ്ഷീറ്റില്ലേ, സെറ്റ്, ആ സെറ്റാക്കിയത് കണ്ടോ. ബെഡ് സ്പ്രെഡ്, ബെഡ് സ്പ്രെഡ്. ഇത് കംപ്ലീറ്റ് ബെഡ് സ്പ്രെഡാണ് കണ്ടോ. ഫുള്ള് നമുക്ക് ബെഡ്റൂമിലൊക്കെ ഇടാൻ പറ്റുന്ന, ബെഡ്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെഡ് സ്പ്രെഡ്. ഇതൊക്കെ ചവിട്ടി കേട്ടോ, ചവിട്ടി എന്ന് പറയും അല്ലേ. യെസ്, ഇതാ പല ടൈപ്പ് സാധനങ്ങൾ കേട്ടോ. ഇതാ ഇതാ അതൊക്കെ ഇടുന്ന സാധനം. ഷൂട്ട് ചെയ്യട്ടെ, പണിയെടുക്കട്ടെ, വയ്യ കാണാം. ഫ്രണ്ട്സ്, ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഇങ്ങോട്ട് എത്തിയേട്ടാ. ഞാനവിടെ ഉള്ള സമയത്ത് നല്ല മഴ പെയ്തിനി. ഞാനറിയില്ല, ഞാനതിൻ്റെ അകത്തുനിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് മഴ പെയ്തിനി. ഞാൻ ഇപ്പോൾ ഇറങ്ങുമ്പോൾ കാണുന്നു ഇതാ റോഡ് കംപ്ലീറ്റ് വെള്ളം. ഇതാ ശരിക്കും പറഞ്ഞാൽ 2 ദിവസമായി മഴ പെയ്യാത്തല്ലേ. ഇന്നലെ ഇന്ന് മഴ ഉണ്ടായില്ല, ഇന്ന് വൈകിട്ട് മഴ. ഇപ്പോൾ 6:30 മണി, 6:30. യെസ്, ഇപ്പോൾ 6:30 മണി. നമുക്ക് ചായ പിടിക്കണം. പിലാത്തറിൽ പ്രൈത്തേട്ടൻ ഉണ്ടോ അങ്ങോട്ട്? ഉണ്ടെങ്കിൽ പ്രൈത്തേട്ടനും കൂട്ടിയിട്ട് ചായ പിടിക്കാം. ഇല്ലെങ്കിൽ ഞാൻ നേരെ പഴങ്ങളിലേക്ക് പോവാം. പഴങ്ങളിൽ ഞാൻ പിടിക്കാം. ചായ പിടിച്ചിട്ടില്ല. ഞാൻ ഉച്ചക്കായിട്ട് ഇറങ്ങിയല്ലേ? ഉച്ചക്ക് ഇറങ്ങിയതാണ്. യെസ്, അങ്ങനെ പ്രൈത്തേട്ടൻ്റെ ഇവിടെ എത്തി. നോക്കട്ടെ, അവിടെ ഇല്ല നോക്കട്ടെ. യെസ്, ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്. കയറട്ടെ. ഇവിടുന്ന് കയറലെല്ലാം കുറച്ച് പണിയാ. കയറല് കുറച്ച് പണിയാണ്. യെസ്, എടുത്ത് പ്രൈതരണോ? ഉള്ളിലുണ്ടോ? നോക്കട്ടെ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ചാടിക്കാം അല്ലേ. നോക്കട്ടെ, പ്രൈതേട്ടൻ കുടിച്ചോ നോക്കട്ടെ. കുടിച്ചിട്ടില്ലെങ്കിൽ കുടിക്കാം. ഓക്കെ, പ്രൈതേട്ടൻ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുടിക്കാം. ആളിങ്ങനെ ഉറച്ചിട്ട് ചെരുപ്പൂര വെച്ചിട്ട് പറ. പിന്നെ ചെരുപ്പ് വരച്ചിനല്ലേ. യെസ്, എന്താണ് ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂറായി ഇവിടെ ഇരിക്കുന്നു. അഷ്റഫിൻ്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും 10% ഡിസ്കൗണ്ട്. ഇവിടെ ഒന്ന് പറയണം. എന്തിന്? ടയറിന് MRFന്റെ ടയർ 10% ഡിസ്കൗണ്ട് ഉറപ്പല്ലേ? എത്രക്ക് ഫസ്റ്റ് വരുന്നേ? അല്ല, ഫസ്റ്റ് വരുന്നല്ല, കൊടുക്കാം. കാരണം നമ്മളൊരു നല്ലൊരു ബെറ്റർ റേറ്റ് ഒരു ഓണം വരെ അതിപ്പോ 2 വീലറിന്റെ ടയർ മുതലുണ്ട് അല്ലേ. 2 വീലറിന്റെ സ്കൂട്ടിന്റെ ടയർ ഉണ്ട്, അതുപോലെ തന്നെ ബൈക്കിന്റെ ടയർ ഉണ്ട്, കാറിന്റെ ടയർ ഉണ്ട്. കാറിന്റെ വീൽ അലൈൻമെന്റ് എക്സ്ട്രാ നമ്മുടെ ഇറ്റാലിയൻ മിഷൻ വെച്ചിട്ടാണ് ഇത് അലൈൻമെന്റ് കാര്യങ്ങളല്ലേ. ഈ ഗ്ലാസിനപ്പുറം കാര്യങ്ങളുണ്ട്. ലിഫ്റ്റിലാണ് സാധാരണ ഈ കുഴിയിൽ ചെയ്യുന്നത്. അതല്ല, ഇത് ലിഫ്റ്റിലാണ്. ലിഫ്റ്റിലാണെന്ന് വെച്ചാല്
കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിരിക്കും. നമ്മുടെ വീൽ അലൈൻമെന്റ് ചെയ്യുമ്പോൾ ആക്യുറേറ്റ് ആയിരിക്കും, ടയറിന് ലൈഫ് കൂടും, നല്ല ട്രാക്ഷൻ കിട്ടും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആരും മറക്കണ്ട. ഓണം വരെ അഷ്റഫിന്റെ പേര് പറയണം, ഇവിടെ ഒന്ന് പറയണം. ഞാൻ അല്ലെങ്കിൽ ഇവിടെ മാനേജർ ഉണ്ടാവും, പറഞ്ഞാൽ മതി അഷ്റഫിന്റെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നാളെ തന്നെ ഇവിടുത്തെ മാനേജറോട് പറയണം. അതിൽ വാഹനം ഇല്ലാത്ത ആരുമില്ല. 2 വീലർ മുതൽ JCBന്റെ ടയർ, കാറിന്റെ ഉണ്ട്, ബസ്സിന്റെ ഉണ്ട്, JCBന്റെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല പഞ്ചർ സർവീസ്, അതുപോലെ അലൈൻമെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നൈട്രജൻ എല്ലാം ഉണ്ടല്ലേ, എല്ലാ സെറ്റപ്പും ഉണ്ട്. യെസ്. അപ്പോൾ കേട്ടല്ല, വിചാരിക്കാണ്ട് കിട്ടിയൊരു സംഭവം അത്, പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണ്. ഇത് അലൈൻമെന്റും കാര്യങ്ങളൊക്കെ കണ്ടാ, ഇത് ഇപ്പഴും കണ്ടാ നിങ്ങൾ ചെറുങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ ഗ്ലാസ് ആണ്, രാത്രി ആയതുകൊണ്ട് ഇപ്പുറത്തെ ഇപ്പൊ കാണുന്നുണ്ട്. ഒരു ദിവസം അത് ഒരു കസ്റ്റമറിന് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കാം അല്ലേ. ഈ വീഡിയോ കണ്ടു വരുന്നുണ്ട് നമ്മൾ ഒരു വണ്ടി എങ്ങനെയാണ് വീൽ അലൈൻമെന്റ് ചെയ്യുന്നത് കറക്റ്റ് അല്ലെ, ഒരു വീഡിയോ കാണിച്ചു. അപ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞോട്ടാ, അഷ്റഫിന്റെ സബ്സ്ക്രൈബറാണ്, 10% ഓക്കെ ഡിസ്കൗണ്ട്, ഓണം വരെ മറക്കണ്ട. അപ്പോൾ ഇതാ ടയറും കാര്യങ്ങളിൽ ഏതെങ്കിലും കാണിച്ചു തരാം. MRF കണ്ടോ, MRFിൻ്റെ സ്കൂട്ടി മുതലല്ലേ, സ്കൂട്ടി മുതൽ JCBന്റെ ടയർ വരെ ഉണ്ട് കേട്ടോ, JCBന്റെ ടയർ വരെ ഉണ്ട്. ഓക്കെ ഇതാ കണ്ടോ, ഓക്കെ ടയർ ഇഷ്ടം പോലെ ടയറുണ്ട്, ടയറും കാര്യമെല്ലാം സ്റ്റോക്ക് ഉണ്ട്, ഉള്ളിൽ ആടുകളുടെ സ്റ്റോക്കുണ്ട്, കാര്യങ്ങളും സെറ്റാണ്. അപ്പം വന്നിട്ട് ചെയ്യട്ടോ, നോക്കി ചെയ്യും. അവനവിടുന്ന് പിടിയാണ് നാട്ടിലേക്ക്, പയങ്ങളിലേക്ക് പോകണം. ഓക്കെ അവിടുന്ന് ചാരം കുടിച്ചിട്ട് നല്ല പുറക്കേക്ക് പോകും. ഞാനങ്ങനെ പഴയങ്ങാടി എത്തിയട്ടാ. നമ്മളെ മാടുവിൻ്റെ കുറേ പാത്രങ്ങൾ ഒരു കാറിൻ്റെ ഡിക്കിയിലായി പോയി. മാടുവിൻ്റെ കാറിൻ്റെ ഡിക്കിയിലായി, കാർ അങ്ങോട്ടേക്ക് പോയി. മാടുവിൻ്റെ വണ്ടി തന്നെ, അത് കാറ് വേറെ ആളുകൊണ്ട് പോയി. അവധിക്ക് ഇപ്പോൾ സാധനം എടുക്കാൻ പോകണം, പാത്രം എടുക്കാൻ പോകണം. നീ അതാ ചോദിച്ചു നോക്ക് എവിടെയുള്ളതെന്ന്, നമുക്ക് എടുക്കാൻ പോലെ കുപ്പി ഗ്ലാസ് എല്ലാം ഉണ്ട്, ഒരു കുപ്പി ഗ്ലാസ് വേ നോക്ക്. സമയം ഒരുപാടായി. എന്താ പറഞ്ഞേ, വിളിക്കാന്നാ അങ്ങോട്ടേക്ക് പോട്ടാ. പാവം ചെക്കനാ, പാവാന്ന് ഇരിക്കുന്നില്ലേ. ഇത് മാടിൻ്റെ വണ്ടി, മാടിൻ്റെ ഇലക്ട്രിക് വണ്ടി ആട്ടെ. സ്വിച്ചെല്ലാം എന്ത് പ്രീമിയം ലുക്കടാ, സ്വിച്ചിൻ്റെ ലുക്കും ഒക്കെ. എടാ മാടുവിൻ്റെ സ്വിച്ച് ഭയങ്കര പ്രീമിയം ലുക്കല്ലേ. എടാ പ്രീമിയം ലുക്ക് കേട്ടോ, ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നുട്ടോ ഇത്. അതാണ് ഞെക്കാങ്ങല്ല, ഞെക്കിയിട്ട് ഇത് സ്റ്റാർട്ടായി പോയിനെങ്കിൽ കയ്യില. ചാവി ഇടണം എന്തായാലും. ഇവിടെ വാട്ടർ ബോട്ടിൽ വെക്കാം. ഇതാ വണ്ടി മനസ്സിലായോ, ഇതാ സംഭവം നല്ല രസമുണ്ട് കേട്ടോ. ഇലക്ട്രിക് ആര് വിളിച്ചാലും എടുക്കും, നീ അതിൽ നിന്ന് വിളിച്ചോ ഇലക്ട്രിക്. അപ്പോൾ ഞാൻ നേരെ പയങ്ങളെ വന്ന് അമ്മ അവിടെ പോയിട്ട് ചായയും കുടിച്ച്, ചായ കുടിച്ച് ഷോപ്പിൻ്റെ പേര് പറയുന്നില്ല. എന്തിനാന്ന് വെറുതെ എന്തിനാന്നൊരു അസർപ്പിൻ്റെ നമ്മൾ ഈ സ്കൂട്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയതും അറിയില്ല, പോയതും അറിയില്ല. സ്റ്റാർട്ടാക്കിയതും അറിയില്ല, പോയതും അറിയില്ല, പോകുന്നതും അറിയില്ല. മാടു പറപ്പിക്കുകയാണ്, മാടു പറപ്പിച്ച് പോവുകയാണ്. ആരുള്ളത് മാടു പറപ്പിച്ച് പോവുകയാണ്. പൊളി. സൗണ്ടില്ല, ഒച്ചപ്പാടില്ല, കുലുമാലില്ല, ഒന്നുമില്ല അല്ലേ. ഒരു കുഞ്ഞറിയില്ല ഇതിൽ പോകുമ്പോൾ. ഒരു ഇലക്ട്രിക് എടുത്താലോ, നടക്കോടാ, നടപടിയാവോ ഇലക്ട്രിക് എടുത്താലേ മാടു. ചാർജ് കുത്താൻ ടൈം ആണോ അല്ലേ, ചാർജ് കുത്താൻ പറഞ്ഞ ടൈം കാണണം. അങ്ങനെ കുഴപ്പമില്ല. കയറിക്കോ. യെസ്, കിട്ടി. പോക്കായി പോവാ. റൈറ്റ്, എനിക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടോ അവിടെ? ഒരു മിനിറ്റ്, കുറേ കയറി. അത് ഇത്രയൊന്നും വരണ്ട, ക്യാമറ അങ്ങാന്ന് പോവാ. റൈറ്റ്, ഓവർ പിടിച്ച് അണ്ടർ പിടിച്ച് പോയാ മെല്ല. അതിനൊന്നൊന്ന് പുറത്ത് കിട്ടാൻ വേണ്ടി പൊട്ട പാട്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി
ഞാനും കൊതിക്കാറുണ്ടെന്ന്. ഗോയിങ് ടു ഒരു സ്ഥലത്തേക്ക്. ആബിക്ക വരുന്നുണ്ട്. ആബിക്കാനോ എടുക്കണം പോലും. അപ്പം ഞാനും ആടും വേറെ സ്ഥലത്തേക്ക് പോയി. ഇങ്ങനെ ആയി ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയി. ഏടാ വണ്ടി ബസ്സിൻ്റെ ഡെയിലി കൊണ്ടിട്ട് എടാ പോടാ. ഇല്ലടാ പോകില്ലടാ. കുറച്ച് ബസ് ഒതുക്കിയ ഫുൾ ചെളിയാണ് ചെളി. ആ നീ മുന്നോട്ട് കയറ്റ്. പക്ഷെ അത് മാറ്റണോ, കുറച്ച് ഒതുക്കണോടാ. ബസ്സിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. യെസ് ബെൽറ്റ്. ബസ്സോടെ ആ അതിനെടുത്തോ നീ ഓടിച്ചെടുത്തോ. സൈഡ് നോക്കണേ. ഈ സൈഡ് പറഞ്ഞ പ്രശ്നം മൊത്തം വരണേ. അല്ല ബസ്സിന് പൈസ കൊടുക്കണ്ടോ? ബസ്സിന് വരണേ. നീ വേക്കട്. ആ ബസ് മുന്നോട്ട് എടുത്തോ. മുത്തപ്പാന്റെ മോനെ മുത്തം വെച്ച തെന്നലെ. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് മക്കളെ. ഞാനും നമ്മുടെ മാടുവും ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ ആബിദിക്ക ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആബിദിക്കാനെ കൂട്ടാൻ വേണ്ടിക്ക് പോവുകയാണ്. മോനെ കയറ്റക്കല്ല. അപ്പോൾ ഗോയിങ് ടു ഒരു സ്ഥലം, അത്രയേ ഉള്ളൂ. മോണോ എനിക്ക് വെള്ളം വേണോടോ. വെള്ളം കുടിക്കണം. ഞാൻ നേരം കൊടുത്തിട്ട് വെള്ളം വെച്ചേ കുറേ സമയം ഞാൻ വെള്ളം കുടിക്കാതെ. ഗ്ലാസ് കൊടുക്കണം അല്ലേ? യെസ്. ഫ്രണ്ടിലേക്ക് കാണിക്കാൻ കഴിയില്ല. അത് വേറൊരു കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കാതെ. ഒന്നും വിചാരിക്കണ്ട. ഹേയ് ഗൈസ്, പാൻ്റെല്ലാം വാ സീറ്റ് മുന്നോട്ടാക്കണം. അയാൾക്ക് ഇരിക്കണമെങ്കിൽ വയറിലും കുടുങ്ങി പോകും. ഇറങ്ങണ